നമ്മുടെ സ്റ്റുഡിയോ ഒരു മൂവി തിയേറ്റർ ആക്കി മാറ്റാൻ പോവാണ്. ഞങ്ങൾ കുറെ കാലമായി ആഗ്രഹിക്കുന്നതാണ് വീട്ടിൽ തന്നെ ഒരു തിയേറ്റർ സെറ്റ് ചെയ്യാന്ന്. ഇത്രയും നല്ല സ്റ്റുഡിയോ ഉണ്ടാകുമ്പോ പിന്നെ നമുക്ക് വേറെ എവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ അങ്ങനെ ഒരു മൂവി തിയേറ്റർ ഉണ്ടാക്കാൻ നിങ്ങൾ വിചാരിക്കണം. അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഞങ്ങളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബിഗ് സ്ക്രീൻ എന്ന് പറയുന്നത് കാണുന്നതാണ്. ഇത് നല്ല വലുപ്പമുള്ള വലിയൊരു സ്ക്രീൻ ആക്കാൻ പാകത്തിന് അത്രയും വലുപ്പമുള്ള ഒരു സ്ക്രീൻ ആക്കാം. ഇവിടെ സ്ക്രീൻ ആക്കുന്നു. നേരെ ഓപ്പോസിറ്റ് ബീൻ ബാഗും സോഫയൊക്കെ ഇട്ട് കുറെ സ്നാക്സ് ഒക്കെ വെച്ച് ശരിക്കൊരു സിനിമാ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്ന പോലെ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് കാണാൻ പോവാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. കാരണം നമ്മുടെ സ്വന്തം സ്റ്റുഡിയോ നമ്മൾ പോപ്കോൺ ഒക്കെ കഴിച്ചുകൊണ്ട് സിനിമ കാണാൻ പോവാണ്. അപ്പൊ സിനിമ കാണുന്നത് ആ സാധനം വെച്ചിട്ട് രണ്ടെണ്ണം എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക കേട്ടോ. ഈ സാധനം ഇനി ഇവിടെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സിനിമ കാണാൻ. അതിന്റെ മുന്നേ നമുക്ക് ബാക്കി കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്യേണ്ട. അത് സിനിമ പറഞ്ഞു തരും. അതെന്താ സംഭവം വെച്ചാൽ ഇതാണ് അപ്പൊ നമ്മുടെ പ്രൊജക്ടർ. ഇത് നമ്മൾ അവിടെ സെറ്റ് ചെയ്യും. അത്ര ഹൈറ്റില് അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം രണ്ടാമത് ഇത് അവിടെ സെറ്റ് ചെയ്തിട്ട് കാണാൻ. അതിന് വെയിറ്റ് ചെയ്തിരിക്കാം. നമുക്കിനി കുറെ പണികളുണ്ട്. അതെന്താണെന്നറിയോ? ഫസ്റ്റ് നമ്മൾ ഈ സോഫ പിടിച്ചിട്ട് ഇവിടേക്ക് ഇടണം. കാരണം ഇത് ശരിക്കും ഭയങ്കര വലിയ സ്ക്രീനാണ്. ഇവിടെ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന അത്രയും വലിയ സ്ക്രീനാണ് ഈ പ്രൊജക്ടർ വെച്ചിട്ട് കിട്ടുക. അപ്പോ കുറച്ച് ബാക്കിലേക്ക് വരണം. അപ്പൊ ആ സോഫ എടുത്തിട്ട് ഈ സെന്ററിൽ ഇടാം. പിന്നെ നമുക്ക് കുറച്ച് ബീൻ ബാഗ് വേണം. കാര്യം ഇങ്ങനെ എന്താ പറയാ മൂവി തിയേറ്റർ സെറ്റപ്പിലൊക്കെ ബീൻ ബാഗ് പോപ്കോണിന്റെ മറ്റേ ബൗളുകൾ. അപ്പൊ അങ്ങനെ കാൻഡി കളർ തീമിലാണ്. സോഫയിൽ ആയിരിക്കും ബീൻ ബാഗിൽ ആയിരിക്കും എന്നുള്ള അടിയാണ് ഇനി അടുത്ത്. അത് ലോട്ടറി രണ്ടിരും. പക്ഷെ ഞാൻ സമാധാനപ്രിയാണ്. എനിക്ക് സോഫ ആണെങ്കിലും ബീൻ ബാഗ് ആണെങ്കിലും നമ്മൾ സോഫയിൽ ബാക്കിയുള്ള രണ്ടു. അല്ല ബീൻ ബാഗ് വാങ്ങിക്കണം. ഒരു ബീൻ ബാഗ് ഉള്ളു. 3 എണ്ണം കൂടി വാങ്ങിക്കാൻ പോകണം. അപ്പൊ ഈ 2 ബീൻ ബാഗ് ഓൾറെഡി ബുക്ക് ചെയ്താണ്. ഒരു ബീൻ ബാഗ് ഓൾറെഡി പർപ്പിൾ കളർ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ അതവിടെ ഇരുന്നോട്ടെ. പർപ്പിൾ കളർ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മുടെ സോഫ ഇടും. ഇതിന്റെ ഇപ്പുറത്തേക്ക് 2 ബീൻ ബാഗ്, അപ്പുറത്തേക്ക് 2 ബീൻ ബാഗ്. അല്ല എല്ലാവരും സെന്ററിൽ പോയി. അല്ല ഈ ബീൻ ബാഗിന്റെ ഈ സോഫയുടെ മുന്നിലും ബീൻ ബാഗ് ഇട്ടാ പോരെ? ആ 2 സൈഡിലും മുന്നിലും സൈഡിലും കൂടെ അതാവുമ്പോ എന്താ അറിയോ, ഇത് തിയേറ്റർ പോലെ തന്നെ ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ. അത് നടക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം സോഫയ്ക്ക് അധികം ഹൈറ്റ് ഇല്ല. സോഫേന്റെ ഇതൊക്കെ ഏകദേശം കണക്കാക്കാം. ഒറ്റ ലൈനിൽ ഇങ്ങനെ വരുന്നതായിരിക്കും നന്നാകാം. നടുവില് നമ്മൾ ടേബിൾ വെക്കുന്നു. ടേബിളിന്റെ പുറത്ത് മൊത്തം സ്നാക്സ് അതെ ക്യാരമൽ പോപ്കോൺ ഒക്കെ ഇവിടെ ഉണ്ടാക്കണ്ടേ? അല്ല പക്ഷെ വേറൊരു കാര്യം എനിക്കൊരു അഭിപ്രായം പറയണ്ടേ. നീ പറഞ്ഞ ഫിലിം കൂടെ ഇട്ടിട്ട് അടുത്ത പടം ഇടുള്ളൂ. സിനിമ ഏതാന്നുള്ള സസ്പെൻസ് ആണ്. ശ്രീ പറഞ്ഞത് കണ്ടിട്ട് ഉദ്ഘാടനം കഴിച്ചിട്ട് അടുത്ത സിനിമ നമ്മൾ വെക്ക പോലെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയി ബീൻ ബാഗ് മേടിക്കണം. ആദ്യം ആ പണിയാണ് നമ്മൾ ബീൻ ബാഗും സ്നാക്സും. നേരെ ഇറങ്ങുന്നു, ബീൻ ബാഗ് നോക്കുന്നു, വാങ്ങുന്നു, സ്നാക്സ് വാങ്ങുന്നു, വരുന്നു, സെറ്റ് ചെയ്യുന്നു, സിനിമ കാണുന്നു. പിന്നെ രാത്രിയിലാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അപ്പൊ ഫുൾ ഒരു എഫക്ട് കിട്ടും. അപ്പൊ നമുക്ക് പോയിട്ട് സാധനം വാങ്ങിയാൽ അല്ല സാധനം വാങ്ങുന്നതിന് പിന്നെ നമുക്ക് സോഫ ആദ്യം അവിടെ പിടിച്ചിടാം. സോഫ കൊണ്ട് പിടിച്ചിടാം. കുറച്ചുകൂടെ നമ്മൾ അടുപ്പിക്കുന്ന നല്ലത്. അല്ല ഇതെന്താ അറിയോ, ഇത് പൊക്കണ്ട് ഇത് കല്യാണരാമനില് മറ്റേ ഇന്നസെന്റിന്റെ അങ്ങനെ കേവ് ആയിട്ടാ. പിന്നെ എന്റെ പ്രായത്തിൽ അധികം അങ്ങോട്ട് പോകണ്ട. എല്ലാരും കൂടെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിട്ട് കുറച്ചുകൂടെ അടുപ്പിച്ചിങ്ങനെ. ഇനി ഗൈസ് നമുക്ക് ബീൻ ബാഗും സ്നാക്സും വാങ്ങാൻ പോവാം. വരില്ല ഞങ്ങൾ വരില്ല. അപ്പൊ ഗൈസ് നമ്മൾ ഇതേ ബീൻ ബാഗോ സ്നാക്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. ബീൻ ബാഗ് ഞങ്ങൾ വിചാരിക്കുന്ന കുറച്ചിങ്ങനെ കളർഫുൾ ആയിട്ടുള്ള അല്ലേ, എന്താ പറയാ,
ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള കാൻഡി കളേഴ്സ് അങ്ങനെ. മഞ്ഞ നീല. അതെ പച്ച ആണെങ്കിൽ കിളിപ്പച്ച വേണ്ടി വരില്ലേ ശ്രീ? എനിക്ക് പക്ക പച്ച ഒന്നും പറ്റില്ല. പേസ്റ്റൽ ഗ്രീന്, പേസ്റ്റൽ പിങ്ക്. അല്ല, നമ്മളെ സ്റ്റുഡിയോന്റെ ഉള്ളിലേക്ക് അങ്ങനത്തെ കളേഴ്സ് തന്നെ പറ്റുള്ളൂ. കാരണം അതിന്റെ ഉള്ളിൽ മൊത്തം അങ്ങനത്തെ സംഭവങ്ങളേ ഉള്ളല്ലോ. അപ്പൊ നമ്മൾ അങ്ങനത്തെ കളർ ബീൻ ബാഗ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എപ്പത്തി പോലെ ഞങ്ങൾ ആ ടിക്കറ്റിനാണ് കഴിച്ചത്. നമ്മള് ബീൻ ബാഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കുഞ്ഞിയല്ലോ. ഇത് രസമുണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ കളർ. നമ്മളൊരു പച്ച കണ്ടുവെച്ചിരിക്കുന്നത് അത് കുഴപ്പമില്ല. അതൊരു മീഡിയം വലിപ്പം. അത് കുഴപ്പമില്ല. ഇവിടെ ഒരു വേറെ ഗ്രീൻ ഇതാ. അത് ലൈറ്റ് ആണ്. ഇത് ലൈറ്റ് ഗ്രീനാ. ഇതോ അത് പക്ഷെ പാറ്റേൺ അല്ലേ, നമുക്ക് പ്ലെയിൻ ആയിരിക്കും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് രസമാവുക. ഗൈസ്, അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഞങ്ങളിപ്പോ 3ാമത്തെ ഷോപ്പിലായിട്ടാ കയറുന്നത്. ഞങ്ങൾ വിചാരിക്കുന്ന ഒരു ബീൻ ബാഗ് കിട്ടുന്നില്ല. കളർ ഉണ്ടെങ്കിൽ സൈസ് ഇല്ല. കുറച്ച് വലുത് വേണം എന്തായാലും. നമ്മളടുത്ത് ഓൾറെഡി ഉള്ളത് 4XL അങ്ങനെ എന്തോ ആണ്. അപ്പൊ നമുക്ക് ലൈറ്റ് കളേഴ്സും വേണം, കുറച്ച് വലുതും വേണം. എന്നാലും നമുക്ക് കിട്ടിയിട്ട് കാര്യമുള്ളൂ. നമുക്ക് അടുത്ത കടയിലേക്ക് പോവാം. അങ്ങനെ കറങ്ങി കറങ്ങി ഞങ്ങൾ വേറൊരു കടയിൽ കയറാണ് ഗൈസ്. ഇവിടുന്ന് കിട്ടുന്നു വിചാരിക്കുന്നു. അതല്ലേ, കറങ്ങി കറങ്ങി രാത്രി. ഇത് കഴിഞ്ഞിട്ട് വേണം സ്നാക്സ്. നമ്മള് എന്താ പറയാ, സെക്കൻഡ് ഷോ പോലെ രാത്രിയാവും ഇതെല്ലാം കൂടി ചെയ്ത് വരുമ്പോഴത്തേക്ക്. ഇവിടുന്നാണോ ഫിലിം കാണുന്നത്? ഞാൻ ഒരാളിത് അവിടെ. ഇത് മറ്റേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. ഇത് കൊള്ളാം, പക്ഷെ അത് ബുദ്ധിമുട്ടാവും ക്ലീൻ ചെയ്യാൻ. ക്ലീൻ ചെയ്യാൻ പറ്റില്ല. എന്താണ് ക്ലീൻ ചെയ്യുന്ന മാത്രല്ല, ഇതെന്താ പറയാ, നമുക്ക് കളർ വൈസ് ഇത് ഓക്കെ ആവും. അത് ക്യാൻഡി അല്ല വേണ്ടത്. ഒരാളിത് ഇത് നല്ല കളറായിരുന്നു. അതെടുത്തൂടാ. അല്ലടാ, അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആ ബീൻസ് നമുക്ക് വേറെ എന്തെങ്കിലും ആക്കി വെച്ചാൽ അത് വാഷ് ചെയ്യാൻ പറ്റുന്നതല്ലേ? വാഷബിൾ ആണ്, പക്ഷെ പെട്ടെന്ന് കേടാവില്ല. നമുക്ക് ലെതറല്ലേ നന്നാവും. നല്ല ലെതറിൽ നോക്കാം. ഭംഗിയുണ്ടത്. ഇവിടെ ഗൈസ് നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ ഇവിടെ ഇത് ഇരിക്കുന്ന സാധനമാണ് പറഞ്ഞപ്പോ ഇരുന്ന് നോക്കിയത്. ആ ടൈപ്പ് നല്ലതാ. എല്ലാരും സുഖിച്ചിരിക്കാണ്. എന്ത് നോക്കാനാ വന്നത്? നമ്മൾ ഇരുന്ന് നോക്കി കംഫർട്ട് നോക്കിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ ഇരിക്കലേ നടക്കുന്നുള്ളൂ, നോക്കുന്നില്ല. അതേപോലെ ഇരുന്ന് കുറച്ചു നേരം നോക്കണം. അപ്പൊ ഉറങ്ങി പോവാണെങ്കിൽ ഫിക്സ് ചെയ്യാം. അതാണ് അതിന്റെ രീതി. ആ കളർ നോക്കാം. ഇത് കൊള്ളാം കേട്ടോ. ഇത് സൈസ് നോക്കിയാണ്. ഒരു ആ പിങ്ക് നമുക്കുണ്ട്. ഇത് ഓൾറെഡി ഈ 5X ഉണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് ബീം കുറയ്ക്കണം. കുറയ്ക്കണ്ടേ? അപ്പോഴല്ലേ കുറച്ചും കൂടി ഒന്ന് വൈഡാവാം. ഇത് ഓൾറെഡി കംപ്രസ് ആയിക്കോളൂ. ഗ്രീൻ്റെ സൈസ് ആണോ? ഒന്നിത് അല്ലേ, ഒന്ന് ഫിക്സ് ചെയ്തത് ഇത്, പിന്നെ ഒന്നിത്. ആ പിന്നെ ഏതാ? അത് ഇത് രണ്ടും ബേജ് രണ്ടെണ്ണം, ഒരു പിങ്ക്. അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ബീൻ ബാഗ് ഈ 3 എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. 2 ബേജും നല്ല അടിപൊളി പിങ്ക് കേട്ടോ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മളടുത്ത് പർപ്പിൾ ഉണ്ടല്ലോ. അപ്പോൾ ബേജ് 2 എണ്ണം, പിങ്ക്, പർപ്പിൾ, അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നടുവിൽ ആ ബ്ലൂ കളർ സോഫയും കൂടി വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഓ, ഇനി നേരെ സ്നാക്സ് വാങ്ങുന്നു, വീട്ടിലേക്ക് പോകുന്നു, സിനിമ കാണുന്നു. അങ്ങനെ കഴിച്ച് നമ്മൾ ബീൻ ബാഗ് ഒക്കെ വാങ്ങി, സ്നാക്സ് ഒക്കെ വാങ്ങി, തിരികെ നമ്മുടെ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി അൺബോക്സിംഗ് ആണ് ബീൻ ബാഗിന്റെ. ഇതിന് വലിയ അൺബോക്സിംഗ് സ്വപ്നങ്ങൾ മാത്രം. വലിയ ബീൻ ബാഗാണ്. ഇതിൽ നമ്മള് കുറച്ചൊരു മീന് കുറച്ചുണ്ട്, നമുക്ക് നല്ല പുഷ്ടിണ്ടായിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാവും, നല്ല സുഖമായിട്ട് ഇരുന്നിട്ട് സിനിമ കാണാം. നല്ല രസമുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ മേടിച്ച സ്നാക്സ് മൊത്തം ഇവിടെ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇനി പോപ്കോൺ ഉണ്ടാക്കാല്ലേ? പോപ്കോൺ ഉണ്ടാക്കാനുണ്ട്. അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഒന്ന് പണി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആത്മാർത്ഥത. അതുകൊണ്ട് അങ്ങനെ അത് ശ്രീന്റെ ബർത്ത്ഡേ വീഡിയോയിലെ കണ്ടില്ലേ? ഇങ്ങനെയുള്ളവരാണോ നിങ്ങൾ ഇൻട്രോവേർട്ടാന്ന് വിചാരിക്കുന്നത്? ഇൻട്രോവേർട്ടേ അല്ലേ. ക്യാമറ ഓൺ ആക്കിയാൽ മാത്രമാണ് ഇവരൊന്നും മിണ്ടാത്തത്. അത് കഴിഞ്ഞാൽ ഇവന്റെ വർത്തനം നിർത്തിക്കാൻ എന്താ വഴി നോക്കാൻ? ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആക്കുമ്പോ
ഇൻട്രോവേർട്ട് ആയിട്ടും അല്ലാത്തപ്പോ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യനാണത്. നമ്മൾ സ്നാക്സ് ആയിട്ട് ഡൊറിറ്റോസ് മേടിച്ചിട്ടുണ്ട്, ലേസ് മേടിച്ചിട്ടുണ്ട്, പിന്നെ കാഷ്യൂ മേടിച്ചിട്ടുണ്ട്, പിന്നെ ഇതെന്താ മാംഗോ മാംഗോയോ അല്ല മാഗി മാറിപ്പോയി. മാഗി മേടിച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനുള്ള പോപ്കോൺ. ഇത് ഉണ്ടാക്കിയ പോപ്കോൺ ആണ് ഗൈസ്. നല്ല അടിപൊളി കാരമലൈസ്ഡ് പോപ്കോൺ. ഇത് കണ്ടോ വലിയ വലിയൊരു മറ്റേ ബോൾ വെറൈറ്റി പോപ്കോൺ ആട്ടോ. പണി കഴിഞ്ഞു ക്ഷീണിച്ച് രണ്ടാണോ ഇനി സിനിമ കണ്ടാ മതി. ഇതിലേതാ ബീൻ ബാഗ് ഒരേ കളറാ. ഇതിന് സമാധാനത്തോടെ ശ്രീ പറഞ്ഞ പടം കൊണ്ടും തിരിച്ചണം. അതെ, പടം ഏതാന്നുള്ള സസ്പെൻസ് ആണ്. നമുക്ക് അത് പോപ്കോൺ ഉണ്ടാക്കാം. എന്നിട്ട് ആരറിയാത്തൊരു ഫിലിമാണ് ഗൈസ്. നമുക്ക് കറക്റ്റ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു ചൂട് പോപ്കോൺ ആക്കാം. നമുക്ക് ഇവിടെ താഴെ വെക്കട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉള്ള കാരമൽ പോപ്കോൺ. ഇത് ഇവർക്ക് വേണ്ട കേട്ടോ, ഇത് നമുക്ക് മാത്രം. ഇത് നമുക്ക് സ്പെഷ്യൽ ഓൺലി. ഇങ്ങോട്ടാണ്. അഞ്ചാ പാക്കറ്റ് അടുപ്പിനോട് വെച്ചാൽ മതിയോ? അയ്യോ അല്ലെങ്കിൽ ഇത് ഞാൻ നമ്മള് വേറൊരു സാധനം മേടിച്ചില്ലല്ലോ. എന്ത്? എടാ വിത്ത് ഇതായിട്ടുള്ള സംഭവം. അയ്യോ അത് മറ്റേ ഇതിൽ വെക്കണം പറഞ്ഞു. മൈക്രോവേവ്. അതിലുള്ള പോപ്കോൺ പൊട്ടിച്ചിട്ട് ഇതിലിട്ടിട്ട് പോപ്കോൺ ആക്കിട്ട് ആ പാത്രത്തിൽ വെക്കാം. നല്ല രസം ഉണ്ടാവും. പോപ്കോൺ പാത്രം നമ്മള് വെച്ച് പാത്രം മാത്രം വാങ്ങിയാണ്. പാത്രം വിത്ത് പോപ്കോൺ നമ്മള് വേറെ വാങ്ങിയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മള് പോപ്കോൺ ഉണ്ടാക്കാണ്. ഇത് ബട്ടർ പോപ്കോൺ ആണ്. ഹോം മെയ്ഡ് പോപ്കോൺ. അതെ, ഇത് വേണ്ട, ഒന്നിന് 200 രൂപ കേട്ടോ. കടകളൊക്കെ ഞങ്ങള് തിയേറ്ററിലോ 200 രൂപ പോപ്കോൺ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാളെ പൈസ തരും. ലേസ് ലേസ് അല്ല, തിയേറ്ററിൽ വരുന്ന സമയത്ത് 50 റുപ്യന്റെ ലേസിന് 100 റുപ്യ. അതുപോലെ പിന്നെ ഞങ്ങളോട് ചോദിക്കാതെ ലേസ് കയറ്റാനും പറ്റൂല അവിടെ. അങ്ങനെയുണ്ട്. പോപ്കോൺ റെഡി ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് അതിലേക്ക് ഇടാം. അടുത്ത പോപ്കോൺ ഉണ്ടാക്കണം ജി. ഇത് ഒറ്റൊന്നിലേക്കേ ഉള്ളൂ. ഇത് ഈ ഒരു പോപ്കോണിന് 450 റുപ്യ കേട്ടോ. ഇത് ലാർജാ. അപ്പൊ 450. ആർക്കാ വേണ്ടേ? പോയി ടേസ്റ്റ് ഒക്കെ അല്ലേ? ഓ ടേസ്റ്റ് ഒക്കെ നോക്കാം. പോപ്കോൺ ചെയ്തിട്ടുണ്ട്. നീ പാത്രത്തിലും കൂടെ പോപ്കോൺ വേട്ടോ, അതും കൂടെ ഉണ്ടാക്കാം. നമുക്ക് പ്രൊജക്ട് സെറ്റ് ചെയ്യാം. പ്രൊജക്ട് സെറ്റ് ചെയ്യാം. ഇതിന്റെ മുകളിൽ അത് ഞങ്ങൾ പോയിക്കോളാം. നിങ്ങൾ രണ്ടാം കൂടെ സെറ്റ് ചെയ്യാം. ഞങ്ങളിവിടെ പോപ്കോണും സ്നാക്സും ബീൻ ബാഗും ഒക്കെ ഒന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. ഇത് ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം. അടിപൊളിയല്ലേ? ഇതില്ലേ എനിക്ക് പണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ ക്ലാസ്സിലൊക്കെ നമുക്ക് ഓരോന്ന് കാണിച്ചു തരാൻ വേണ്ടി വെക്കില്ലായിരുന്നു. എനിക്ക് ആ ഓർമ്മ കാണുന്നു. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് താഴേക്ക് ടിൽറ്റ് ചെയ്യേണ്ടി വരും. ഇത്ര ഹൈറ്റിൽ സെറ്റ് ചെയ്താലും മിക്കവാറും ഇത് പോവാ ആ സ്ക്രീനിന്റെ ഹാഫും ബാക്കി മുകളിലേക്കും ആയിരിക്കും. എന്നിട്ട് താഴേക്ക് ടിൽറ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും നമുക്ക് വെക്കാം അല്ലെ? നമുക്ക് വെച്ച് നോക്കാം. ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ വയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ സ്പീക്കറൊക്കെ ഫുള്ള് ചാർജ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി നമുക്ക് നല്ല സ്പീക്കർ ഉണ്ട്. അതിനോട് പിന്നെ അത് മേടിക്കേണ്ട ആവശ്യം വന്നില്ല. ക്യാമറമാൻ അമലിനോടൊപ്പം അവരാണ് ഇപ്പൊ ക്യാമറ എടുത്തോണ്ടിരിക്കുന്നത്. ഇത് സിമ്പിൾ പരിപാടിയാണ് ഗൈസ്. ഇതിന് വലിയ പണിയൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ചിലപ്പോൾ ടൈം വേണ്ടിയത്. അതൊക്കെ സെറ്റ് ചെയ്ത് ഇവിടുത്തെ ലൈറ്റ്സ് ഫുൾ ഓഫ് ആക്കി ആ ഒരു സ്ക്രീന് വലിയ സ്ക്രീന് മാത്രമായിട്ട് നമ്മളെല്ലാരും കൂടി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ഈ സ്റ്റുഡിയോ ഒരു തിയേറ്ററായി മാറാൻ പോവാണ്. അമ്മേ, എന്താണ് ഈ തിയേറ്റർ സെറ്റപ്പിനെ പറ്റി നിനക്ക് പറയാനുള്ളത്? ഈ തിയേറ്റർ സെറ്റപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഗൈസ്, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് കുറച്ച് പെട്ടെന്നൊന്ന് സെറ്റ് ആക്കി കിട്ടണം, അതിനുള്ള തിരക്കിലാണ്. അത് സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാവും ഗൈസ്. നമ്മളിങ്ങനെ ഈ റീൽസിലൊക്കെ കാണൂലേ, ഓരോരുത്തർ വീട്ടിൽ തന്നെ ഒരു ദിവസം അങ്ങനെ മൂവി ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലുള്ള ഒരു ദിവസം പോലെ നമ്മൾ തന്നെ ആ സ്റ്റുഡിയോയില് ഫ്രണ്ട്സ് മൂവി ഡേറ്റ് എന്ന് പറയാം. അപ്പൊ അതുപോലുള്ള ഒരു ഇതില് നല്ല രസമായിരിക്കും. എങ്ങനെയുണ്ട് ഫസ്റ്റ് ആയിട്ട് ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യുന്നതിന് ഫീല്? ഇത് നല്ല രസമല്ലേ? നല്ല രസമായി. അല്ല വേറൊന്നല്ല, ഇതിൽ എന്നെ കാണുമല്ലോ. ഗൈസ് നമ്മൾ പ്രൊജക്ടർ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മൾ നേരെ ഇത് ടേബിളിന്റെ മുകളിൽ കയറ്റി വെക്കും. അതിനുശേഷം ഇതിന്റെ കണക്ഷൻ ഇത് രണ്ട് ഈ ലാപ്ടോപ്പും പ്രൊജക്ടറും തമ്മിൽ കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ പ്രൊജക്ടർ ഓൺ ആക്കും. അതിനുശേഷം നമ്മൾ വിചാരിച്ച മൂവി വെച്ചിട്ട് നമ്മൾ ആ മൂവി കാണാൻ പോവാണ്.
അതെല്ലാം കുറച്ച് ചൂടായിരുന്നു ഞാന്. പാത്രം കെട്ടിനെ ഉള്ളി പത്തം തട്ടിയോ? അത് ഞാൻ ഇട്ടോളാം. അവിടെ പുറത്തേക്ക് പോവാൻ അവിടെ സെറ്റപ്പ് ഉണ്ടാക്കിയില്ല. 450 ആണ് വേണം. റിക്ലൈനർ സീറ്റ് ആണോ 450 അത് തരാം. 450 പോപ്കോൺ തരാൻ പറ്റുമോ? ഒരു ഗൂഗിൾ പേ പറ്റുന്നല്ലോ. ഗൂഗിൾ പേ വേണ്ട, ലിക്വിഡ് ക്യാഷ് ആയിട്ട് മതി. അല്ല പോപ്കോൺ തിന്നാ മതി. ആ പോപ്കോൺ വേണ്ടല്ലോ. അപ്പൊ വേണ്ട ലേസുന്നുണ്ട്. ലേസ് പറ്റില്ല സാർ. ലേസിന് 100. ലേസിന് 100. ലേസ് ആണോ വേണ്ടത്? ലേസ് പക്ഷെ ഒരു തിയേറ്റർ നമ്മളെടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് പോപ്കോൺ വേണമെന്ന് ചോദിച്ചു കേട്ടില്ല. റിക്ലൈനർ ഇരിക്കുമ്പോ സാറിനൊക്കെ കഴിക്കാൻ വേണ്ടത് പോലെ ഇരിക്കുകയാണ്. എനിക്ക് ഫ്രീ. അറിയാതെ കട്ടെടുത്തിട്ടുണ്ട് കയ്യിൽ നിന്ന്. എനിക്ക് free, എനിക്ക് free ഇത്. സാർ, ഇതിന് 200 രൂപയാണ്. ഇതിന് എത്ര രൂപയാണ്? 100 രൂപേന്റെ സാധനം 200 രൂപയ്ക്ക് അങ്ങനെ തരും. ഈ ഗെയിം കഴിക്കുന്നവരെ കഴിക്കാൻ Guys, ഇനി നമുക്ക് സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. ഈ പർപ്പിൾ അവിടെ, ഈ പിങ്ക് ഇവിടെ, ഓരോ ബേജ് ഓരോ സൈഡിൽ വീണു. Okay. അങ്ങനെയാണ്. അതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ഇടുന്നതല്ലേ? സ്റ്റാർട്ടിങ്ങിൽ 2 സൈഡിൽ ബേജ് ഇടാം. രണ്ട് അല്ല സൈഡിൽ കാക്ക, ഞാൻ പറയുന്നത് ഇങ്ങനെ ക്രോസ് ആയിട്ട് പർപ്പിൾ ഇവിടെ, ബേജ് അവിടെ, പിങ്ക് ഇവിടെ, ബേജ് അവിടെ. അപ്പൊ guys, നമ്മളിത് എങ്ങനെ ഇടുന്നതെന്ന് വെച്ചാല് ഒന്നവിടെ ഒന്നവിടെ, അതിന് തൊട്ട് മുന്നിലായിട്ട് ഒന്ന് ഇവിടെ ഇടും. അതായത് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ അവിടെ ഷാമി, ഇവിടെ ജോഫേടി. ഇവിടെ ഞാനുണ്ട്. ഇവിടെ ഒരു നല്ലൊരു വൈബായി. ഇവിടെ നല്ല രസമുണ്ട്. ശരിക്കും നല്ല സ്പേസിൽ ഇരിക്കണ പോലെ ഉണ്ട്. സ്ക്രീനും കൂടെ വിട്ടെഴുതി ഭയങ്കര ദൂരം. സത്യം. അതിന് അവിടെ ഞാൻ വരുമ്പോ ഫില്ലാവും. ഇവിടെ അവനും കൂടെ ഉണ്ടാവും. കയ്യിൽ നമ്മൾ പോക്കോണൊക്കെ ഇങ്ങനെ വെച്ച് നമ്മൾ കാണുന്ന മൂവി റെന്റിന് എടുക്കണം ഗൈസ്. അല്ല ഇവിടെ റെന്റിന് എടുത്തോണ്ടിരിക്കുകയാണ്. കിട്ടിയില്ലേ? കിട്ടി. പ്രൊജക്ടറിൽ ഇട്ടിട്ട് ആ വോൾ കാണുമ്പോ നിങ്ങൾക്ക് കാണാം ഏതാണ് ശ്രീ പറഞ്ഞ സിനിമ. കിട്ടില്ല. ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടതാ. എത്ര പ്രാവശ്യം കണ്ടു കഴിഞ്ഞാലും നമ്മളിങ്ങനെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അതെ, ഫാന്റസി. അതെ. ഞാൻ ആദ്യം പറഞ്ഞിട്ട് ശ്രീന്റെ പടം ഇട്ടിട്ട് ഏത് പടം സ്റ്റാർട്ട് ഗൈസ്, നമ്മൾ മൂവി സ്റ്റാർട്ട് ചെയ്യാൻ പോണോ? ഓരോരുത്തർക്ക് വേണ്ട സ്നാക്സ് എന്താ വേണ്ടത് സാർ? കാരമൽ പോപ്പ് ഉണ്ട് ഇതിൽ. ഓക്കെ, വേറെ കൂടെ കഴിക്കാനായിട്ട് നട്സ്. ഓക്കെ, ഷോ തുടങ്ങാനായി. 8:14 ഷോ തുടങ്ങും. അക്ഷമതായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഓണാക്കാം. ഉണ്ടാക്കാം. Lights off.
കറക്റ്റ് ആയിരുന്നു കേട്ടോ. സ്ക്രീനിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ മുതല് കുറച്ച് സ്ക്രീന് ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഈ സെർച്ച് ബട്ടൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് മാത്രം മുകളിലോട്ടോ, ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിക്കും തിയേറ്ററിൽ ഇരിക്കുന്ന പോലത്തെ ഇതൊക്കെ ഇത് കാണിച്ചോണ്ട് നമ്മള് ശരിക്കും സിനിമ കഴിഞ്ഞ് എണീറ്റ് പോയ തിയേറ്റർ പോലെ തന്നെ ഉണ്ട് ഇവിടെ എല്ലാം കൂടെ കാണാൻ. അങ്ങനെ നമ്മള് സ്റ്റുഡിയോ തിയേറ്റർ കൂടെ ആയിരിക്കും. ശരിക്കും ഗൈസ് നമ്മുടെ വീട്ടില് നമ്മുടെ സ്വന്തം ഒരു തിയേറ്റർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡ്രീമിയാണ്. അപ്പൊ ആ തിയേറ്ററിൽ നമ്മൾ ഫസ്റ്റ് പടം കണ്ടിറങ്ങി. ഞങ്ങളുടെ വെരി സ്പെഷ്യൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഗൈസ്. ആ ഒരു ഇത് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ